രണ്ടെണ്ണായില്ലേ? ഇപ്രാവശ്യം എന്തോരം മാങ്ങയല്ലേ കാച്ചിക്കുന്നേ, നല്ല രസമുണ്ട് കാണാൻ. ശരി സാർ, ആ മാങ്ങ കൂടെ ഒന്ന് കാച്ചത്. ഏതോ മിസ്സേ, എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ഡൗട്ടാ, ഈ മാങ്ങന്റെ ഉള്ളിൽ എങ്ങനെ പുഴു വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വാങ്ങിയപ്പോൾ പുറമേ നോക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ വീട്ടിൽ പോയിട്ട് കെത്തി നോക്കിയപ്പോൾ ഉള്ളിൽ നിറയെ പുഴു. അതെന്താ അങ്ങനെ? അതെന്താന്നൊരു സംഭവം, നമ്മുടെ ഈ മാങ്ങേന്റെ ഉള്ളിൽ കാണുന്ന പുഴുക്കളൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ ഉണ്ടല്ലോ, പൊടിയിച്ച എന്നൊക്കെ പറയും. അതിന്റെ സംഭവം. അപ്പൊ ആ ഒരു പൊടിയിച്ചേന്റെ ലാർവയാണ് ശരിക്കും നമ്മുടെ പുഴുക്കൾ എന്ന് പറയുന്നത്. പെൺ ഫ്രൂട്ട് ഫ്ലൈകൾ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് ഒക്കെ നല്ല പഴുക്കാനായി കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര അതിനോട് അട്രാക്റ്റഡ് ആകും. ഇവർ വന്ന് നേരെ ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് ഇതിപ്പോ പഴുത്തിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് അവർ തുളയുണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ചെറിയൊരു ഓർഗൻ ഉണ്ട്, ഓവിപോസിറ്റർ എന്നൊക്കെ പറയും. ഷാർപ്പായിട്ടുള്ള കൂർത്ത് നിൽക്കുന്ന ഒരു ഓർഗൻ ഉണ്ട് അവർക്ക്. ആ ഓർഗൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തും. അങ്ങനെ കുത്തിയിട്ട് ചെറിയൊരു ഓട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അതിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, നേരെ മുട്ടയിടും. ആ മുട്ടയാണ് പിന്നീട് വിരിഞ്ഞ് ലാർവയൊക്കെ ആയിട്ട്, അതായത് ഈ പുഴുക്കളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമുക്കത് പുറമേന്ന് കാണുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ നിറയെ പുഴുക്കളായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ നിറയെ പുഴുക്കൾ. അങ്ങനെയാണ് ഇത് മാങ്ങേന്റെ ഉള്ളിൽ നിറയെ പുഴുക്കൾ ഉണ്ടാവുന്നത്.